ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എന്താ ഇന്ന് പരിപാടി? ഇന്ന് ഞായറാഴ്ചയായിട്ട് എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുകയാണോ, അല്ലെങ്കിൽ എന്താ ഇന്നത്തെ പരിപാടി എല്ലാവരുടെയും? എനിക്കിവിടെ 24/7 വർക്ക് ചെയ്യുന്ന ആളുള്ളതുകൊണ്ടേ ഞായറും തിങ്കളും അങ്ങനെ ഹോളിഡേ ആയിട്ടൊന്നും ഇല്ല കേട്ടോ. പക്ഷേ ഇന്നൊരു ഹോളിഡേ ദിവസമാണ്. ഇന്ന് ഡ്യൂട്ടിക്കൊന്നും പോകാനില്ലാത്തൊരു ദിവസമാണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ എഴുന്നേറ്റ് നല്ല മഴയൊക്കെ കണ്ട് നേരെ പോയി അലക്കാനൊക്കെ ഉള്ളത് ആദ്യം തന്നെ വാഷിംഗ് മെഷീനിലിട്ട് അങ്ങ് അലക്കാനിട്ട്. എന്നിട്ട് പിന്നെ ഞാൻ നേരെ അടുക്കളയിലേക്ക് വിട്ടു കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇന്നലെ രാത്രി ഞാൻ വെച്ച ചിക്കൻ്റെ ഗ്രേവി തന്നെ ഉണ്ടായിരുന്നു. പിന്നെ രാത്രി വാങ്ങിച്ച ചപ്പാത്തിയും പൊറാട്ടയും ഒക്കെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അബിക്ക് ഞാൻ അത് ചൂടാക്കിയൊക്കെ കൊടുത്തു. എനിക്ക് പക്ഷേ ഈ ചപ്പാത്തിയും പൊറാട്ടയും ഹെവി ആയിട്ടുള്ള ഫുഡൊന്നും വേണ്ടാത്തതുകൊണ്ട് ഞാനൊരു പഴം നുറുക്കി അത് നെയ്യിലൊക്കെ ഇട്ട് വാട്ടി അതും ഈ ഗ്രീൻ ടീയുമായിട്ട് കുടിച്ച്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നേരെ തന്നെ ഞാൻ പെട്ടെന്ന് ലഞ്ച് ഉണ്ടാക്കി വെക്കാമല്ലോ എന്ന് വിചാരിച്ചു പോയി. ഒരു ഫുൾ ചിക്കനായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അതൊക്കെ പെട്ടെന്ന് വെട്ടി നുറുക്കി ക്ലീൻ ചെയ്ത് ഞാനൊരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മന്തി ഉണ്ടാക്കിട്ടോ. മന്തിയോ കപ്സയോ അങ്ങനെ എന്ത് വേണേലും വിളിക്കാൻ പറ്റുന്ന ഒരു റൈസ് ഉണ്ടാക്കി. എന്നെപ്പോലെയുള്ള മടിയന്മാർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കുക്കർ മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ മന്തി കേട്ടോ. മന്തിയല്ല, ഒരു റൈസ്. അപ്പം എല്ലാവരും പോയി ഒന്ന് ഷോർട്സിൽ നോക്കുക കേട്ടോ. ഞാൻ റെസിപ്പി അതിലിട്ടുണ്ടേ. റൈസിൻ്റെ പണി തകൃതിയായി നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വലിയൊരു പറ്റിയിട്ടോ. എൻ്റെ ഫേവററ്റ് കയ്യിൽ ഞാൻ ഗ്യാസിൻ്റെ അടുപ്പിൻ്റെ അടിയിൽ വെച്ച് അത് കത്തിപ്പോയി, മൊത്തം നാശമായിപ്പോയിട്ടോ. ഇനി അത് ഉപയോഗിക്കാനേ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി. പക്ഷേ അതൊക്കെ ഞാൻ അവിടേക്ക് മാറ്റി വെച്ച് ഞാൻ പെട്ടെന്ന് തന്നെ ഈ റൈസിൻ്റെ കൂടെ കഴിക്കാനുള്ള മയോണൈസും കൂടി ഇപ്പോൾ തന്നെ ഉണ്ടാക്കി വെക്കുക കേട്ടോ. ഇനി കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെയാണ് ബാക്കിയുള്ളത്. നമ്മളെന്നും കാണാത്ത ഈ മൂലകളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഞാനൊന്ന് ക്ലീൻ ചെയ്ത് കേട്ടോ. അബി ഉള്ളത് കൊണ്ട് നമുക്കൊരു ഹെൽപ്പിനുണ്ടാവുമല്ലോ. അതുകൊണ്ട് ഈ ഞായറാഴ്ച നോക്കി ഞാൻ അതൊക്കെ ക്ലീൻ ചെയ്തെടുത്താണ്. അതിൻ്റെ കൂടെ എന്നും എടുക്കാനുള്ള ഈ പച്ചക്കറികളൊക്കെ അടുക്കി പെറുക്കി അതിൻ്റെ സ്ഥാനത്തൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ചെയ്ത് എൻ്റെ പണി ഏകദേശം ആ സമയമാകുമ്പോഴേക്കും ഞാൻ വേഗം തീർത്തെടുത്ത്. അപ്പോഴേക്ക് നമ്മളെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടേ. പിന്നെ ഞങ്ങൾ തീരെ വൈകാണ്ട് തന്നെ വേഗം ഫുഡ് കഴിച്ചു. കാരണം ഇന്ന് ഞങ്ങളെ താഴത്തെ വീട്ടിലെ അക്കയുടെ മോളുടെ ബേബി ഷവറാണെന്ന് അപ്പോഴാണ് ഓല് വന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാനുണ്ട്. അപ്പോൾ വേഗം ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ താഴേക്ക് പോകാമെന്ന് വിചാരിച്ച്. ബേബി ഷവർ അങ്ങനെ വിചാരിച്ച പോലെ ഒന്നും റെഡിയാക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം ഞങ്ങൾ ഇതൊക്കെ പുറത്ത് സെറ്റ് ചെയ്തായിരുന്നു. പക്ഷേ പെട്ടെന്ന് മഴ പെയ്ത് എല്ലാം കൊണ്ട് അകത്തേക്ക് വരേണ്ടി വന്നു. 2 ക്യൂട്ട് ബേബീസ് ഉറങ്ങുന്ന കേക്കൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിനെ. അങ്ങനെ അവിടെ നിന്ന് എല്ലാവരുമായിട്ട് കഥയൊക്കെ പറഞ്ഞ് എല്ലാവരും നല്ല കമ്പനിയാണ് കേട്ടോ. അവിടെ നമ്മൾ പുറത്ത് നിന്ന് വന്ന ആൾക്കാരാണെന്നുള്ളൊരു അതൊന്നുമില്ല. നമ്മളോട് നല്ല കമ്പനിയായിട്ട് നിൽക്കും. ഫോട്ടോസൊക്കെ എടുത്ത് ഗർഭിണിയായിട്ട് നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഞാൻ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ബൈ.